എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്താഗതിയിൽ തന്നെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. എന്താണ് മനുഷ്യൻ എന്നതിലുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. എന്നാൽ ആ ധാരണ പോലും പൊളിച്ചെഴുതേണ്ടി വരുമെന്ന് ഈ വീഡിയോയുടെ അവസാന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യമാകും. ഇത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. മുൻപ് ജപ്പാൻ്റെ ചരിത്രം പൂർണ്ണമായിട്ടും വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലൂടെയൊക്കെ യൂണിറ്റ് 731 കുറിച്ചുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ഹിറ്റ്ലർ നടത്തിയിട്ടുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പിനേക്കാൾ ക്രൂരമായിട്ടുള്ള ക്യാമ്പാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എങ്കിൽ പോലും ഈ വീഡിയോയുടെ റിസർച്ചിനിടയിൽ എന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളുമാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു മനുഷ്യനും ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ആ യൂണിറ്റ് 731 നടന്നിട്ടുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ് ഒന്നും ഇതിൻ്റെ മുൻപിൽ ഒന്നുമല്ല. 1945 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. ജപ്പാനും ജർമ്മനിയും ഒക്കെ കീഴടങ്ങി. അതിനുശേഷം നമ്മൾ കാണുന്നത് ട്രയലുകളാണ്. ജപ്പാനിലെയും ജർമ്മനിയിലെയും ഒക്കെ ക്രൂരരായിട്ടുള്ള പട്ടാളക്കാർ, അവിടുത്തെ ഗവേഷകരൊക്കെ നടത്തിയിട്ടുള്ള നരഹത്യയ്ക്ക് പകരമായിട്ട് അവരെ ട്രയലുകൾക്ക് വിധേയമാക്കുന്നു. വിജയിച്ചു വന്ന രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള ട്രയലുകൾ നടത്തുന്നത്. ദിവസങ്ങളോളം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശക്തമായിട്ടുള്ള ട്രയലുകൾ. അമേരിക്കയും ട്രയലുകൾ നടത്തി. അമേരിക്ക ജപ്പാനിലുള്ള അനവധി ആളുകളെ, പട്ടാളക്കാരെ ഒക്കെ ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ജപ്പാൻ്റെ യൂണിറ്റ് 731 ഉണ്ടായിരുന്ന ഗവേഷകരെ അമേരിക്ക ശിക്ഷിച്ചില്ല. അതിലാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ പ്രവർത്തിച്ചിരുന്നവർ ഡോക്ടർമാരും മറ്റു ഉയർന്ന സയൻറ്റിസ്റ്റുകളും ഒക്കെ ആയിരുന്നു. അവർ നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾക്ക് അവരെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആർക്കും ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ അവിടെ അമേരിക്ക വലിയൊരു ചതി നടത്തിയിട്ടുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു യൂണിറ്റ് 731 അത് ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിനേക്കാൾ മാരകമായിട്ടുള്ള, ബ്രൂട്ടലായിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള ഒരു ക്യാമ്പാണെന്ന്. അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളും മരണമടഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അമേരിക്കയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അവിടെയുള്ള ആരെയും ശിക്ഷിക്കാൻ അമേരിക്ക മുതിർന്നില്ല. ഇവിടെയാണ് അമേരിക്കയുടെ ക്രൂരമായിട്ടുള്ള മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അമേരിക്ക ജപ്പാനിലുള്ള ഈ ഗവേഷകരോട് ആവശ്യപ്പെട്ടു, നിങ്ങളെ ആരെയും ശിക്ഷിക്കാൻ പോകുന്നില്ല, നിങ്ങൾക്കെല്ലാം സ്വതന്ത്രരായിട്ട് ജീവിക്കാം, നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ ആരും അറിയാൻ പോകുന്നില്ല. അതിന് പകരമായി നിങ്ങൾ ആ ഗവേഷണങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അറിവ്, അതിൻ്റെ റിസൾട്ടുകൾ അത് ഞങ്ങൾക്ക് കൈമാറണം. ആ ഒരു രഹസ്യ ഇടപാടിൻ്റെ പേരിലാണ് അവിടെ ഉണ്ടായിരുന്ന സകല ആളുകളെയും വെറുതെ വിട്ടത്. ആരും അത് സംശയിച്ചില്ല. പക്ഷേ 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 1949 സോവിയറ്റ് യൂണിയനും ഇത്തരത്തിലുള്ള ഒരുപാട് അന്വേഷണങ്ങളും ട്രയലുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അവർക്ക് ചില രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായി. അതവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അമേരിക്ക ഒരു വലിയ രഹസ്യ ഇടപാട് ജപ്പാനിൽ നടത്തിയിട്ടുണ്ട്. ജപ്പാനിലെ യൂണിറ്റ് 731 ക്രൂരമായിട്ടുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷേ അവരെ ആരെയും ശിക്ഷിച്ചിട്ടില്ല. അവിടുത്തെ റിസർച്ച് റിസൾട്ടുകൾ കിട്ടാൻ വേണ്ടി അവരെയെല്ലാം അമേരിക്ക മനഃപൂർവ്വം വെറുതെ വിടുകയായിരുന്നു. അമേരിക്ക വളരെ നിസ്സാരമായിട്ടാണ് ഈ പ്രസ്താവനയെ എഴുതിത്തള്ളിയത്. അവർ പറഞ്ഞത് ഇത് വെറും കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗണ്ട മാത്രമാണ്, ആരും അത് വിശ്വസിക്കരുത്, അവിടെ അങ്ങനെയുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല. സോവിയറ്റ് യൂണിയൻ ഒഴിച്ച് ബാക്കിയുള്ള സകല രാജ്യങ്ങളും ഇത് വെറും പ്രൊപ്പഗണ്ട എന്ന രീതിയിൽ വിലയിരുത്തുകയാണ് ഉണ്ടായത്. എന്തിനേറെ പറയണം, ചൈന പോലും ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ചൈനയിലാണ് ഈ യൂണിറ്റ് 731 പ്രവർത്തിച്ചിരുന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം ചൈനയിലുള്ള മറ്റാർക്കും അറിയില്ലായിരുന്നു അവിടെ ഇത്രയും ക്രൂരമായിട്ടുള്ള പല പരിപാടികളും പല ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന്. ഡോക്ടർമാരെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്കൊക്കെ വരുന്ന ഒരു രൂപം ഒരു മാലാഖയുടെ രൂപമാണ്. ഏത് ദുർഘടഘട്ടത്തിലും നമ്മളെ രക്ഷിക്കാൻ വരുന്ന മാലാഖ. എന്നാൽ ഇതേ ഡോക്ടർമാർ തന്നെ എന്തൊക്കെ പാപങ്ങളാണ് അവിടെ ചെയ്തു കൂട്ടിയത്. പിന്നെ എങ്ങനെയാണ് ലോകം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തത്? വളരെ വിശദമായി തന്നെ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കാം. അതിനു മുമ്പ് നിങ്ങളോട് ഞാനൊരു ട്രിക്കിനെ കുറിച്ച് പറയാം. ഒന്നല്ല, 25 മെമ്മറി ട്രിക്കുകൾ. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങൾ പോലും വളരെ അനായാസമായിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ പരിശോധിക്കുക. വർഷങ്ങൾ കടന്നുപോയി.
1980-കൾ കുറേയധികം വിസിൽ ബ്ലോവേഴ്സ് വെളിയിലേക്ക് വന്നു. അതേ ക്യാമ്പിൽ പ്രവർത്തിച്ചിരുന്ന ചില സെക്യൂരിറ്റി ജീവനക്കാരും മറ്റുമാണ് ഇത്തരത്തിൽ വിസിൽ ബ്ലോവേഴ്സ് ആയിട്ട് വന്നത്. അതിനു പുറമെ ആദ്യഘട്ടങ്ങളിൽ ആ ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള ഏതാനും ആളുകളും മുന്നോട്ട് വന്നു. അവർക്ക് വലിയ രഹസ്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ആ രഹസ്യങ്ങൾ ലോകം ഞെട്ടലോടുകൂടിയാണ് കേട്ടറിഞ്ഞത്. അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട്, അവർ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ നേരിട്ട് കണ്ടിട്ടുള്ള യാതനകൾ മനസ്സിലാക്കാനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേകം ജേർണലിസ്റ്റുകൾ അവിടേക്ക് ഓടിയെത്തി. അനവധി ഡോക്യുമെൻ്ററികളുണ്ടായി, അനവധി പുസ്തകങ്ങളുണ്ടായി, ഒരുപാട് മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയായി നിറഞ്ഞു നിന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ അത് ഹിറ്റ്ലർ അല്ല, അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ നാസികളല്ല, അത് ജാപ്പനീസുകാരാണ്. ജാപ്പനീസ് പട്ടാളക്കാർ മാത്രമല്ല, ഉയർന്ന ചിന്താഗതിയുള്ള ഗവേഷകർ അതിൽപ്പെടും. വലിയ വലിയ ഡോക്ടർമാരും അതിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു. അതൊരു ഗവേഷണ കേന്ദ്രം തന്നെയാണ്, അവിടെ നടത്തിയിരുന്നത് ഗവേഷണങ്ങൾ തന്നെയാണ്. പക്ഷേ എന്തൊക്കെ തരത്തിലുള്ള ഗവേഷണങ്ങളാണ് അവിടെ നടത്തിയിരുന്നത്? ഒരു അനസ്തേഷ്യയും ഇല്ലാതെ തന്നെ ജീവനോടുകൂടി മനുഷ്യൻ്റെ ശരീരം അവർ കീറി മുറിച്ചു. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആന്തരിക അവയവങ്ങൾ പുറത്തെടുത്തു നോക്കി. ഇങ്ങനെ പുറത്തെടുത്ത് നോക്കുന്ന ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ അതിൻ്റെ ആ അവസാന നിമിഷങ്ങളിൽ പോലും ആ വ്യക്തിയിൽ ജീവൻ തുടിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് പരിശോധിച്ചു, അത് പഠനത്തിന് വിധേയമാക്കി. ജീവനോടെയുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർ പഠിക്കുകയായിരുന്നു. ആ യൂണിറ്റിലുണ്ടായിരുന്ന മനുഷ്യരുടെ ശരീരത്തിലേക്ക് ബോധപൂർവം സിഫിലിസ് പോലുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസുകളും ആന്ത്രാക്സ്, പ്ലേഗ് പോലുള്ള രോഗബാധകളും അവർ സ്പ്രെഡ് ചെയ്യിച്ചു. അതിനുശേഷം അവരുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി പഠനങ്ങൾ നടത്തി. ഈ കൂട്ടത്തിൽ തന്നെ ഫോഴ്സ് ബൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. വളരെയധികം തണുപ്പുള്ള ഒരു പ്രദേശമാണ് മഞ്ചൂരിയ. മഞ്ചൂരിയയുടെ ഉള്ളിലാണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. നല്ല തണുപ്പുള്ള പ്രദേശമാണ്. വെളിയിൽ എത്ര കോട്ടുകൾ ധരിച്ചാലും നമ്മൾ കിടുകിടാന്ന് വിറയ്ക്കും. ചില സമയങ്ങളിലൊക്കെ -20°C ആയിരിക്കും താപനില. ചിലപ്പോഴത് -40°C താപനിലയായിട്ടും ഉയരും. ഇങ്ങനെ തുറസായിട്ട് മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ പ്രദേശത്തേക്ക് നഗ്നരായി അവിടെ ഉണ്ടായിരിക്കുന്ന മനുഷ്യരെ അവർ വെളിയിലേക്ക് കൊണ്ടുവരും. അതുമാത്രമല്ല, അതിനുശേഷം ഇവരുടെ കാൽപാദത്തിൻ്റെ മുകളിൽ കുറേയധികം മഞ്ഞു വാരിയിടും, അല്ലെങ്കിൽ കൈയുടെ മുകളിൽ കുറേയധികം മഞ്ഞു വാരിയിടും. പിന്നീട് കുറേയധികം നേരം കഴിഞ്ഞ് ആ കൈ അല്ലെങ്കിൽ കാല് പുറത്തെടുത്തിട്ട് അവർ ഒരു വടി കൊണ്ട് ആഞ്ഞ് അടിച്ചു നോക്കും. നമ്മൾ ആ അടി ഒരു തടിക്കഷ്ണത്തിലാണ് അടിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. ഇതേ ശബ്ദം തന്നെയാണ് അവരുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നും കേൾക്കുന്നതെങ്കിൽ അവരുടെ പരീക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അല്ലെങ്കിൽ വീണ്ടും പഴയതുപോലെ തന്നെ ആ കൈകാലുകൾ മഞ്ഞിൻ്റെ അടിയിലേക്ക് പൂഴ്ത്തി വയ്ക്കും. അതിനെല്ലാം ശേഷം തടിയുടെ അതേ ശബ്ദം കേൾക്കുന്ന ആ സമയം പിന്നീട് ക്രൂരമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അവർ വടികൊണ്ടും അതുപോലെ മറ്റു മാരകമായിട്ടുള്ള മൂർച്ചയേറിയിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടും ആ കൈയും കാലുമൊക്കെ പിളർക്കും. മുറിച്ചു മാറ്റുകയല്ല, അത് പിളർന്ന് അതിൻ്റെ ഉള്ളിലുള്ള ടിഷ്യൂവിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കും. ചില ആളുകളിൽ ഇത് വേറൊരു രീതിയിലും നടത്താറുണ്ട്. ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുന്ന ആ കൈയും കാലിലേക്കും അവർ ചൂടുള്ള തിളച്ച വെള്ളം കോരി ഒഴിക്കും. ചിലരുടെ കയ്യിലും കാലിലും അവർ തീയിടുകയായിരിക്കും. പെട്രോളോ ഡീസലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫ്യൂവൽ ഒഴിച്ചിട്ട് കത്തിക്കും. അങ്ങനെ കത്തി എരിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും അവർ ആ ഭാഗങ്ങൾ മുറിച്ചിട്ട് അവിടെയുള്ള ടിഷ്യൂവിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് വിലയിരുത്തും. ജപ്പാൻ ആ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പുതിയ ആയുധങ്ങളൊക്കെ പരീക്ഷിക്കുന്നതും ഈ പാവങ്ങളുടെ ദേഹത്താണ്. ഈ പാവങ്ങളെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി കെട്ടിയിടും. അതിനുശേഷം പുതുതായി നിർമ്മിച്ച ഗ്രനേഡുകൾ വലിച്ചെറിയും, അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കിയെടുത്ത പിസ്റ്റൽ ഉപയോഗിച്ചിട്ട് അവരെ വെടിവെച്ച് കൊല്ലും. എത്ര നേരം കൊണ്ടാണ് അവർ മരിക്കുന്നത്, എത്രമാത്രം ആ ഉണ്ട അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലൂടെ തുളച്ചുപോയി, ഗ്രനേഡ് എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കിയത്, ഇതൊക്കെയാണ് അവർ ഈ ഒരു പരീക്ഷണത്തിലൂടെ പഠിക്കുന്നത്. ക്ലോറിൻ പോലെയുള്ള, സൾഫർ പോലെയുള്ള വിഷവാതകങ്ങൾ ബലമായി ഇവരെ കൊണ്ട് ശ്വസിപ്പിക്കും. ക്ലോറിനാണ് ഇവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതെങ്കിൽ നമ്മുടെ മൂക്കസ് മെംബ്രെയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുമായിട്ട് ഇത് കൂടിച്ചേർന്ന് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. മൂക്കസ് മെംബ്രെയിൻ നമ്മുടെ മൂക്കിലും കണ്ണിലും വായിലും നമ്മുടെ തൊണ്ടയിലും നമ്മുടെ ലങ്സിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അവിടെ ക്ലോറിൻ കടന്നു പോവുകയാണെങ്കിൽ, അതുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡായിട്ട് മാറുന്നതാണ്. ഒരു ആസിഡ് കുപ്പി തുറന്ന് കുടിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാഠിന്യമുള്ള ആസിഡ് ആണെങ്കിൽ
വലിയ രീതിയിലുള്ള വേദനയോട് കൂടിയിട്ടുള്ള മരണമായിരിക്കും അവർക്ക് സംഭവിക്കുക. എന്നാൽ നമ്മുടെ ശരീരം തന്നെ ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിലോ, നമ്മൾ വായിലേക്ക് ഒഴിച്ച് കുടിക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ നമ്മൾ മരിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് അത്തരത്തിലുള്ള ആസിഡ് ഉണ്ടാകുന്നതെങ്കിൽ അത് ഏറ്റവും മാരകമായിട്ടുള്ള മരണമായിരിക്കും സമ്മാനിക്കുക. രക്തം ചുമച്ച് തുപ്പി അതിക്രൂരമായിട്ട് മരണത്തിന് അവർ കീഴടങ്ങും. ലോകത്തിൽ ഒരുപക്ഷെ ഏറ്റവും വേദനയോടുകൂടി മരിക്കുന്നത് ഇത്തരത്തിൽ ക്ലോറിൻ ശ്വസിച്ച് മരിക്കുന്ന ആളുകളായിരിക്കും. എത്ര നേരം കൊണ്ടാണ് ഇവർ മരിക്കുന്നത്, എത്രമാത്രം രക്തം ഇവർ തുപ്പി, എത്രമാത്രം വേദനയാണ് ഇവർ അനുഭവിച്ചത്, ഈ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് എഴുതി അതൊരു മാനുസ്ക്രിപ്റ്റ് ആക്കി പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. പബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. സാധാരണഗതിയിൽ പബ്ലിഷ് ചെയ്യുന്നത് പോലെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറം ലോകം അറിയും. അതിനുവേണ്ടി ഒരു ട്രിക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ട്രിക്കിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് വേറെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. പട്ടിണി കിടന്നിട്ടുണ്ടോ നിങ്ങൾ? എത്ര നാൾ പട്ടിണി കിടക്കാൻ പറ്റും? അത് ശരിക്കും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു ഉത്തരമല്ല. അത്തരത്തിലുള്ള ഗവേഷണങ്ങൾ യഥാർത്ഥ മനുഷ്യരിൽ നടത്തിയാൽ നമുക്ക് ഏതാണ്ടൊരു ധാരണ കിട്ടും. ജപ്പാൻ നടത്തിയിട്ടുണ്ട്. ആരോഗ്യവാനായ ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമെല്ലാം കൊടുത്ത് അയാൾ തൃപ്തനായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം മുതൽ അയാളെ പട്ടിണിക്കിടുകയാണ്. 1-2 ദിവസമല്ല, അയാളുടെ ശരീരത്തിലെ ജീവൻ്റെ തുടിപ്പില്ലാതാകുന്ന ആ നിമിഷം വരെ അയാൾക്ക് പട്ടിണി അനുഭവിക്കേണ്ടി വരും. അങ്ങനെ എല്ലും തോലുമായി ദിവസങ്ങളോളം നരകിച്ച് കിടന്നതിന് ശേഷം അയാൾ മരണത്തിന് കീഴടങ്ങും. ഇതുപോലെ തന്നെ വെള്ളം കൊടുക്കാതെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പ്രത്യേക മരണ രീതികളുണ്ട്. അതിലൂടെ വെള്ളം കുടിക്കാതെ ഒരു വ്യക്തിക്ക് എത്ര നാൾ വരെ ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യുദ്ധത്തിൽ തങ്ങൾ തോക്കാൻ പോവുകയാണെന്ന് തിരിച്ചറിഞ്ഞ അന്നു മുതൽ, ഹിറ്റ്ലർ കീഴടങ്ങിയ, ഹിറ്റ്ലർ മരണമടഞ്ഞ, ആത്മഹത്യ ചെയ്ത ആ സമയം മുതൽ ജപ്പാൻ്റെ പിന്നീടുള്ള പ്രയത്നങ്ങളൊക്കെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. യൂണിറ്റ് 731 ഉണ്ടായിരുന്ന സകല ആളുകളെയും അവർ കൊലപ്പെടുത്തി. അവിടെ ഉണ്ടായിരുന്ന മിക്ക ആളുകളെയും ജീവനോടുകൂടി തന്നെ ചുട്ടു കൊല്ലുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്തല്ല അവർ ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നത്. അതിനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ അവർക്ക് ഇങ്ങനൊരു ആശയമുണ്ടായി. 1930കളിൽ ജാപ്പനീസ് സർജനായ ജനറൽ ഷിറിയോ ഇഷി അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഒരു പ്രപ്പോസൽ വെച്ചു. എല്ലാ രാജ്യങ്ങളും ബയോളജിക്കലായിട്ടുള്ള, കെമിക്കൽ പരമായിട്ടുള്ള വാർഫെയറുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജപ്പാൻ ഒരു കാരണവശാലും പിന്നിലേക്ക് പോകാൻ പാടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും 2ാം ലോക മഹായുദ്ധം ആരംഭിക്കാം. ആരുടെ കയ്യിലാണോ ഏറ്റവും മൃഗീയമായിട്ടുള്ള ബയോളജിക്കൽ വെപ്പൺ അല്ലെങ്കിൽ കെമിക്കൽ വാർഫെയറുകൾ ഉള്ളത്, അവരായിരിക്കും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ചില ഗവേഷണ കേന്ദ്രങ്ങൾ ആരംഭിക്കണം. ഇത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റാണ് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ അദ്ദേഹം വെക്കുന്നത്. അദ്ദേഹം എന്ന് ഞാൻ പറയുന്നില്ല, ആ ക്രൂരനായിട്ടുള്ള വ്യക്തി വെക്കുന്നത്. ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടും റിലീസ് ചെയ്തു. 1932 ഇതേ ഷിറിയോ ഇഷിയെ ജപ്പാൻ ആർമി എപ്പിഡമിക് പ്രിവെൻഷൻ റിസർച്ച് ലബോറട്ടറിയുടെ ഹെഡാക്കി മാറ്റി. പേരൊക്കെ കേൾക്കുമ്പോൾ വളരെ സമാധാനപരമായിട്ടുള്ള ഒരു ഗവേഷണ കേന്ദ്രമാണെന്നേ തോന്നിക്കുകയുള്ളൂ. പകർച്ചവ്യാധികൾ അവസാനിപ്പിക്കാൻ വേണ്ടി ജപ്പാൻ നടത്തുന്ന ഒരു പരീക്ഷണ കേന്ദ്രം. പക്ഷേ രഹസ്യമായിട്ട് അവിടെ നടത്തിയിരുന്നത് പകർച്ചവ്യാധി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുകയും പിന്നീട് അവരിൽ പഠനങ്ങൾ നടത്തുകയും ചെയ്യുകയായിരുന്നു. അതുമാത്രമല്ല, അതിനുമപ്പുറം വളരെ മൃഗീയമായിട്ടുള്ള പല പീഡന മുറകളും അവിടെ അരങ്ങേറി. ഇത്തരത്തിലുള്ള പല പരീക്ഷണങ്ങളും സാധാരണഗതിയിൽ നടത്തുക ഏതെങ്കിലും മൃഗങ്ങളിലൊക്കെ ആയിരിക്കും, എലികളിലോ അല്ലെങ്കിൽ ഗിനി പന്നികളിലോ ഒക്കെ ആയിരിക്കും. അതുമല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സിമുലേഷനുകളിലൂടെയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തും. പക്ഷേ ജപ്പാൻ ഈ പരീക്ഷണങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് മനുഷ്യരെയാണ്. ഏത് മനുഷ്യരെ? ജാപ്പനീസ് മനുഷ്യരെ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജപ്പാൻകാരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും ഉന്നത കുലരായിട്ടുള്ള, ഏറ്റവും ഉയർന്ന റേസിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ് ജപ്പാൻകാർ. അവരെ കൊല്ലുന്നത് വലിയ പാപമാണ്. എന്നാൽ അവരെക്കാൾ താഴ്ന്ന വിഭാഗക്കാരാണെന്ന് ജപ്പാൻ വിശേഷിപ്പിക്കുന്ന സമൂഹങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവരിൽ ഈ പരീക്ഷണം നടത്താനായി ജപ്പാൻ തീരുമാനിച്ചു. ചൈനയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ ചൈനയുടെ നല്ലൊരു പ്രദേശവും ജപ്പാൻ്റെ അണ്ടറിലാണ്. പ്രത്യേകിച്ചും മഞ്ചൂരിയ അല്ലെങ്കിൽ മഞ്ചൂക്കോ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം. ആ പ്രദേശം ഇന്ന് ചൈനയുടെ നോർത്ത് ഈസ്റ്റ് ചൈന പ്രൊവിൻസ് ആണ്. മഞ്ചൂരിയയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ഫോർട്രസ്സായ സോങ്മയാണ് അവർ ഈ ഒരു പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അതിന് ചുറ്റുപാടുമുള്ള ചൈനീസ് യുവതി യുവാക്കളെ, കൊച്ചു കുട്ടികളെ
അവർ മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ രഹസ്യമായി വേട്ടയാടി. ചൈനയുടെ പ്രത്യേകിച്ചും മഞ്ചൂറിയയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ചൈനക്കാരുടെ വീടുകളിലേക്ക് ഒരു കാരണവുമില്ലാതെ അതിക്രമിച്ച് കയറി ചെല്ലുകയും അവിടെ ഉണ്ടായിരുന്ന യുവതികളെയും യുവാക്കളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ വെറും 1 മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും പെടും. ഇതിനിടയിൽ മൃഗീയമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങളും ലൈംഗികമായിട്ടുള്ള പീഡനങ്ങളും നടക്കുന്നുണ്ട്. ജപ്പാൻ എവിടെ ആക്രമണം നടത്തിയാലും ഏതൊക്കെ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ നോക്കിയാലും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. ഈ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ട് അവർ ഉപേക്ഷിച്ചിട്ട് പോകില്ല. ആ പീഡിപ്പിച്ച ആ സ്ത്രീയെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നത് 10ഉം 12ഉം ജാപ്പനീസുകാരായിരിക്കും. ആ സ്ത്രീയെ അവരവിടെ നിന്നും അവരുടെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് തുടർച്ചയായിട്ട് ഒരു സെക്സ് സ്ലേവിനെ പോലെ, മൃഗത്തെ പോലെ മൃഗീയമായി അവർ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ക്യാമ്പ് തുടങ്ങി വെറും 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1934 അവിടെ ഒരു പ്രിസൺ ബ്രേക്ക് നടന്നു. ക്യാമ്പിലുണ്ടായിരുന്ന അനവധി ആളുകൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. അവർ മാത്രമേ ചരിത്രത്തിൽ ആ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിനുശേഷം വന്നിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. കാരണം ഒരു അനുഭവം അവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റുകളാണ് അവർ നടപ്പിലാക്കിയത്. തൊട്ടടുത്ത വർഷം 1935 എന്തോ ഒരു കാരണം കൊണ്ട് അവിടെ വലിയൊരു അഗ്നിബാധ സംഭവിക്കുകയും ഈ പറയുന്ന ഫോർട്രസിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങൾ കത്തി ചാമ്പലാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 2 വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ജാപ്പനീസ് ഗവൺമെൻറ് ഒരു പ്രത്യേക ഓർഡറും അതുപോലെ ഉയർന്ന ഫണ്ടും ഇറക്കി. കാരണം ഈ ക്യാമ്പ് നടക്കുന്നത് കൊണ്ട് അവർക്ക് വലിയ പ്രയോജനങ്ങളുണ്ടെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ പുറം ലോകം ഇതൊരിക്കലും അറിയാൻ പാടില്ല. പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി അവർ ഇതിൻ്റെ പേര് ഒന്നുകൂടി മാറ്റി എഴുതി. എപ്പിഡമിക് പ്രിവെൻഷൻ ആൻഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് പുതിയ പേര്. ഈ ഒരു പേര് സജസ്റ്റ് ചെയ്യുന്നത് ജാപ്പനീസ് എംപററായിരുന്ന ചക്രവർത്തിയായിരുന്ന ഹിരോഹിതയാണ്. സൊറങ് ഫോർട്രസിൻ്റെ നല്ലൊരു പ്രദേശവും കത്തി നശിച്ചതുകൊണ്ട് അവിടെ സെക്യൂരിറ്റി ബ്രീച്ച് നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് പുതിയൊരു ക്യാമ്പാണ് ഇവർ ആരംഭിക്കുന്നത്. അതിവിശാലമായിട്ടുള്ള ഒരു മിലിറ്ററി റിസർച്ച് ക്യാമ്പാണിത്. 5 ചതുരശ്ര കിലോമീറ്ററിലായിട്ട് നീണ്ടു നടക്കുന്ന ആ പ്രദേശത്ത് 150 കെട്ടിടങ്ങളാണുള്ളത്. ഇതിന് അതിമനോഹരമായിട്ടുള്ള ഒരു പോർച്ചും ഒരു എൻട്രൻസും ഉണ്ട്. ആദ്യമായിട്ട് ഈ ഒരു റിസർച്ച് ഫെസിലിറ്റിയിലേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പോഷായിട്ടുള്ള, വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു റിസർച്ച് സെൻ്റർ ആയിരിക്കും. അവിടെ ഒരു റിസപ്ഷൻ ഉണ്ട്, ആധുനിക സൗകര്യങ്ങളെല്ലാം അവിടെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതല്ല യഥാർത്ഥ എൻട്രൻസ്. ഇതുവഴിയല്ല യഥാർത്ഥത്തിലുള്ള പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ അവിടുത്തെ അടിമകളെന്ന് ജാപ്പനീസുകാർ കരുതപ്പെടുന്ന ആളുകളെ പ്രവേശിപ്പിക്കുന്നത്. അതിനായി പ്രത്യേകം ടണലുകൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇവരെ തടവിലാക്കി കൊണ്ടുവരുന്നതും പ്രത്യേക രീതിയിലാണ്. ഒരു രീതിയിലുള്ള ജനലുകളുമില്ലാത്ത പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാഹനത്തിലാണ് ഈ ടണലുകളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ടണലിൻ്റെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ കുറേയധികം മുന്നോട്ട് പോകുമ്പോൾ ഇവരുടെ ശരീരത്തിൽ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്കും. എല്ലാവരുടെയും ശരീരത്തിലല്ല, തിരഞ്ഞെടുത്ത പ്രത്യേകം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ ശരീരത്തിലാണ് ഈ ഇഞ്ചക്ഷൻ കുത്തിവെക്കുന്നത്. അതിൻ്റെ കാരണമായിട്ട് ഈ ജാപ്പനീസ് പട്ടാളക്കാർ പറയുന്നത് നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പകർച്ചവ്യാധിയും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണെന്നാണ്. എന്നാൽ അതങ്ങനെയല്ല. ഇവർ കുത്തിവെക്കുന്നത് മാരകമായിട്ടുള്ള വൈറസുകളാണ്. ആ അണുബാധയുമായിട്ടാണ് ഈ ഒരു ക്യാമ്പിലേക്ക് ഇവർ പ്രവേശിക്കുന്നത്. ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസം ഇവർക്ക് ശരിക്കും രാജകീയമായിട്ടുള്ളൊരു ദിവസമായിരിക്കും മറ്റുള്ള ദിവസങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം ഇവർക്ക് വിശപ്പടക്കാനുള്ള ഏറ്റവും മികച്ച ഭക്ഷണവും ജലവും ഒക്കെ കൊടുക്കും. കിടന്നുറങ്ങാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണമാണ് തങ്ങൾ നേരിടാൻ പോകുന്നതെന്നാണ് അവർ ആദ്യഘട്ടത്തിൽ ചിന്തിക്കുക. എന്നാൽ അറക്കാൻ പോകുന്നതിന് മുൻപ് ആടിനൽപ്പം വെള്ളം കൊടുക്കുന്നത് പോലുള്ള ഒരു പ്രക്രിയ മാത്രമാണിത്. ഇവിടെ എത്തിച്ചേർന്ന ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആദ്യ ദിവസത്തിൽ തന്നെ കൊല ചെയ്യപ്പെടുന്ന ആളുകളായിരിക്കും. അവിടെ നിന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം കയ്യിലുള്ള ഒരു തോക്ക് ഉപയോഗിച്ചിട്ടായിരിക്കും അപ്പോൾ വെടിവെച്ച് കൊല്ലുന്നത്. നമ്മുടെ തലയിൽ തന്നെ വെടി കൊള്ളുകയാണെങ്കിൽ ആ നിമിഷം തന്നെ നമുക്ക് മരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഭാഗ്യം ചെയ്തിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഓടിപ്പോകാൻ ശ്രമിച്ചില്ലെങ്കിൽ, അവരുടെ ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് അതിക്രൂരമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള പീഡനങ്ങളാണ്. ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒരു ശരാശരി വ്യക്തിയുടെ ആവറേജ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2 മാസമാണ്. 2 മാസത്തിന് മുകളിൽ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നത്. 1939 കണക്കനുസരിച്ച് ആ സമയം മാത്രം അവിടെ 10,000-ഓളം പ്രിസണേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം മൊത്തം 10,000-ഓളം പ്രിസണേഴ്സ് ഉണ്ടായിരുന്നല്ല,
1932 ഇത് ആരംഭിക്കുന്നത്. 1945 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം 10,000 ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് ഏകദേശം 2 മാസമാണെന്ന് കൂടി ഓർക്കണം. കൃത്യമായിട്ട് എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് നമുക്കൊരു ധാരണയുമില്ല. ചൈനയുടെ പല ഭാഗങ്ങളിൽ നിന്നും പല ആളുകളും ആ കാലഘട്ടങ്ങളിലൊക്കെ മിസ്സിംഗ് ആയിട്ടുണ്ട്. ഒരുപക്ഷെ അവർ ജപ്പാൻകാരുടെ നേരിട്ടുള്ള ആക്രമണം കാരണം മരണമടഞ്ഞവരായിരിക്കാം. അതുമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂണിറ്റുകളിലേക്ക് കൊണ്ടുപോയി ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം. എന്നാലും ചില സോഴ്സുകളിൽ നിന്നൊക്കെ അറിയാൻ സാധിക്കുന്നത് ഏകദേശം 40,000-ഓളം വരുന്ന ചൈനക്കാർ ഈ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ്. ഈ ക്യാമ്പിലെത്തിക്കുന്ന പ്രിസണേഴ്സിനെല്ലാം പ്രത്യേകമായിട്ട് കോഡ് ഭാഷകളുണ്ട്. ലോഗ് അല്ലെങ്കിൽ തടിക്കഷ്ണം എന്ന പേരിലാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നത്. അതിനൊരു റീസൺ ഉണ്ട്. ഈ പ്രദേശത്ത് ഒരുപാട് മരങ്ങളുണ്ട്. ഒരു കാടുമായിട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് അവരുടെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പരസ്യമായിട്ട് പറയാം, ഇന്ന് എത്ര തടി വെട്ടി, ഇന്ന് എത്ര തടി വെട്ടണം, ഇന്ന് എത്ര തടി വെട്ടുന്നതിൽ അവർ പരാജയപ്പെട്ടു, എത്രമാത്രം തടികൾ ഇനി വെട്ടാനുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അവർക്ക് പേപ്പേഴ്സായിട്ട് പബ്ലിഷ് ചെയ്യാം. വേണമെങ്കിൽ ചൈനക്കാരുടെ മുമ്പിൽ വെച്ച് പോലും ഇങ്ങനെയുള്ള സംഭാഷണങ്ങളിൽ അവർക്ക് ഏർപ്പെടാൻ സാധിക്കും. ഈ ക്യാമ്പിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അവർ മനുഷ്യരിൽ പരീക്ഷണം നടത്തിയെന്നല്ല, മറിച്ച് ഒരു കൂട്ടം മഞ്ചൂരിയൻ കുരങ്ങന്മാരിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടെന്നാണ് എഴുതുന്നത്. ആ കുരങ്ങനിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തി, അതിൻ്റെ ഇന്ന അവയവം മുറിച്ചെടുത്തു, പിന്നെ വീണ്ടും അത് തുന്നിച്ചേർത്തു, ഇങ്ങനെയുള്ള വിവരണങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. മഞ്ചൂരിയൻ കുരങ്ങന്മാർ എന്ന് അവർ പറയുന്ന ഈ ക്യാമ്പിലെ അന്തേവാസികൾ ശരിക്കും മഞ്ചൂരിയക്കാർ മാത്രമല്ല, അല്ലെങ്കിൽ ചൈനക്കാർ മാത്രമല്ല, ബഹുഭൂരിപക്ഷവും ചൈനക്കാരാണ്. എന്നാൽ അതിനു പുറമെ അതേ പ്രദേശത്തോട് തന്നെ ചേർന്ന് കിടക്കുന്ന സോവിയറ്റ് യൂണിയനിലെയും അതുപോലെ മംഗോളിയയിലെയും കുറേയധികം ആളുകളുമുണ്ട്. കൂടാതെ കൊറിയ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആ ഘട്ടത്തിൽ നോർത്ത് കൊറിയയും ഇല്ല, സൗത്ത് കൊറിയയും ഇല്ല, അത് കൊറിയ മാത്രമാണ്. കൊറിയയിൽ നിന്നുള്ള ഒരുപാട് യുദ്ധത്തടവ് പുള്ളികളും ആ കൂട്ടത്തിൽ പെടുന്നുണ്ട്. അതിനും പുറമെ ജപ്പാനിൽ ചക്രവർത്തിക്കെതിരെ മുദ്രാവാക്യം ഉയർത്തുന്ന, അല്ലെങ്കിൽ അവിടെ സമരങ്ങൾ നടത്തുന്ന, വിപ്ലവം ആവിഷ്കരിക്കുന്ന ഒരുപാട് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാമ്പിൽ മാത്രമല്ല പരീക്ഷണങ്ങൾ നടത്തുന്നത്, അല്ലാതെ ചില സിറ്റികളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് അവിടെയും പരീക്ഷണം നടത്തും. അതിനുവേണ്ടി അവർ 11 സിറ്റികളാണ് തിരഞ്ഞെടുത്തത്. 11 വ്യത്യസ്തമായിട്ടുള്ള ചൈനീസ് സിറ്റികൾ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക പട്ടണമൊന്നുമല്ല, എന്നാലും കുറേയധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ. അവിടെ ഇവർ ബോധപൂർവം അണുബാധ ഉണ്ടാക്കും. ആന്ത്രാക്സോ അല്ലെങ്കിൽ ബ്യൂബോണിക് ബാധയോ ഒക്കെ അവർ പരത്തും. ദിവസങ്ങൾക്ക് ശേഷം ഈ ജാപ്പനീസുകാർ PPE കിറ്റൊക്കെ ധരിച്ചിട്ട് ഈ ഗ്രാമങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ പട്ടണങ്ങളിലൂടെ കടന്നു പോകും. ഓരോ വീടുകളിലും പോയി അവിടെയുള്ള ആളുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എത്ര പേർ മരണമടഞ്ഞു, ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ എടുക്കും. പാവങ്ങളായിട്ടുള്ള ആളുകൾ വിചാരിക്കുന്നത് ജപ്പാൻ അവരെ സഹായിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്, അവരുടെ രോഗകാരണമൊക്കെ മനസ്സിലാക്കി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ ശ്രമിക്കുകയാണെന്നാണ്. എന്നാൽ അതൊന്നുമല്ല യാഥാർത്ഥ്യം. ഇവരെ ആ രോഗത്തിന് വിട്ടുകൊടുത്തത് ഈ ജാപ്പനീസുകാരാണെന്ന് ഇവർ തിരിച്ചറിയുന്നില്ല. യൂണിറ്റ് 731 ഗവേഷകർക്ക് ഒരു തെറ്റ് പറ്റുന്നത് STD അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റിംഗ് ഡിസീസുകൾ പടർത്തുന്നതിലാണ്. അവർ അതിനുവേണ്ടി പല രീതിയിലുള്ള കുത്തിവയ്പ്പുകളൊക്കെ വെച്ച് നോക്കി, പക്ഷേ ആർക്കും STD രോഗങ്ങൾ ബാധിക്കുന്നില്ല. അതിനെ തുടർന്ന് STD രോഗങ്ങൾ ബാധിച്ചിട്ടുള്ള പല ആളുകളെയും ചൈനയുടെ പല മേഖലകളിൽ നിന്നും ഇവർ കണ്ടെടുത്തു. അതിനുശേഷം ഇവരെ STD രോഗമില്ലാത്ത എതിർ സെക്സിലുള്ള ആളുടെ സെല്ലിലേക്ക് പറഞ്ഞുവിടും. അതിനുശേഷം തോക്ക് ചൂണ്ടി ഇവരെ നിർബന്ധപൂർവം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ അവരിൽ STD രോഗം ഉണ്ടാവുകയും ശേഷം അവരിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും. ഏറ്റവും മാരകമായിട്ടുള്ള പരീക്ഷണം ഇവരെ ജീവനോടുകൂടി തന്നെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു എന്നതാണ്. ജീവനോടെന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ പോലും കൊടുക്കാതെ ഇവരുടെ ശരീരം കീറി മുറിച്ച് അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. STD രോഗങ്ങളൊന്നുമില്ലാത്ത, ഒരു രീതിയിലുള്ള ഇൻഫെക്ഷനും ഇല്ലാത്ത ആളുകളിലും ഇതേ പരീക്ഷണം പരീക്ഷിക്കും. അതിനുശേഷം 2 പരീക്ഷണത്തിൻ്റെ ഫലങ്ങൾ പരസ്പരം കമ്പയർ ചെയ്ത് നോക്കും. രോഗബാധിത ഉള്ള ആളുടെ ആന്തരിക അവയവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, രോഗബാധ ഇല്ലാത്ത ആളുടെ ആന്തരിക അവയവങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിലൂടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. പരീക്ഷണത്തിൻ്റെ ഭാഗമല്ലാതെ വെറുതെ രസത്തിനു വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുള്ള ക്രൂരതകളുമുണ്ട്. ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയുടെ തല മുറിച്ചു മാറ്റുക, അവിടെ നിന്നും ഒഴുകിപ്പോകുന്ന രക്തം കണ്ട് രസിക്കുക, ജീവനോടുള്ള ഒരു വ്യക്തിയെ അനസ്തേഷ്യ ഒന്നും കൊടുക്കാതെ ശരീരം മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങൾ മുറിച്ചു മാറ്റി പിന്നീട് അതേ ആന്തരിക അവയവം തന്നെ അതിൻ്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ച് ആ വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന് വെറുതെ കണ്ടു നോക്കുക. ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ 2 കൈകളും മുറിച്ചു മാറ്റുക,
ഇടതുഭാഗത്തുണ്ടായിരുന്ന കൈ വലതുഭാഗത്ത് വെച്ച് പിടിപ്പിക്കുക, വലതുഭാഗത്തുണ്ടായിരുന്ന കൈ ഇടതുഭാഗത്ത് വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ വെച്ച് പിടിപ്പിച്ചാലും അവർക്ക് ആ കൈ ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മുറിച്ച് രക്തം പൂർണ്ണമായിട്ടും ഊർന്നു പോകുന്നത് കണ്ട് രസിക്കുക. എത്ര മണിക്കൂർ കൊണ്ടാണ് ശരീരത്തിലെ രക്തം മുഴുവനും ഊർന്നു പോയതെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഊർന്നു പോകുന്ന ഏത് ഘട്ടത്തിലാണ് ആ വ്യക്തി മരണമടയുന്നതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ അനേകം പരീക്ഷണങ്ങളുണ്ട്. ശരീരത്തിലുള്ള രക്തത്തിന് പകരമായി കുതിരകളുടെ രക്തം നിറയ്ക്കുന്ന പരിപാടിയുമുണ്ട്. കുതിരകളുടെ രക്തം, അതിനു പുറമെ ഉപ്പുവെള്ളം പോലും ഇവർ ശരീരത്തിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു പലക കൊണ്ടുപോയി വെക്കും. അത് കൈകൊണ്ട് മുകളിലേക്ക് ഉയർത്താൻ സമ്മതിക്കില്ല. അങ്ങനെ പലക വെച്ചിട്ട് തലയിൽ ആ പലകയുടെ മുകളിലായിട്ട് ഭാരമുള്ള കല്ലുകൾ പെറുക്കി വെക്കും. ഓരോ കല്ലുകളായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് പെറുക്കി വെക്കുന്നത്. അങ്ങനെ ക്രമേണ ഭാരം കൂട്ടി ഏത് സമയത്താണ് ആ വ്യക്തിയുടെ തല അരിഞ്ഞ് ആ വ്യക്തി മരിക്കുന്നതെന്ന് ഇവർ കണക്ക് കൂട്ടിയെടുക്കും. 1 മാസത്തിൽ താഴെ പ്രായമുള്ള കുട്ടികളെ പോലും ഈ പരീക്ഷണത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. വളരെയധികം തണുത്ത ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കണം. അവിടെ ഈ കുഞ്ഞുങ്ങളെ ഒരു വസ്ത്രവും ധരിപ്പിക്കാതെ തന്നെ തണുത്ത വെള്ളത്തിൽ മുക്കി വയ്ക്കും. എത്ര നേരം കൊണ്ടാണ് ആ കുഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നതെന്ന് അവർ കണക്ക് കൂട്ടിയെടുക്കും. രോഗബാധിതയൊന്നുമില്ലാത്ത കുറച്ച് സ്ത്രീകളെ അവർ പ്രത്യേകമായിട്ട് മാറ്റിവെക്കും. ആ സ്ത്രീകളെ സെക്സ് സ്ലേവ്സ് ആയിട്ട് ഉപയോഗിക്കും. അവരിൽ നിർബന്ധപൂർവം ഗർഭധാരണം നടത്തും. ഗർഭധാരണം നടത്തി ചില സ്ത്രീകളിലൊക്കെ ഒരു 8 മാസം 9 മാസമൊക്കെ ആകുന്ന ഘട്ടത്തിൽ വയറ് ക്രൂരമായിട്ട് പിളർന്ന് അതിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിൻ്റെ അവസ്ഥകൾ പരിശോധിക്കും. ചില ഘട്ടത്തിൽ ആ കുഞ്ഞിൻ്റെ ശരീരവും കീറി അതിൻ്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം അവർ പരിശോധിച്ച് നോക്കാറുണ്ട്. പ്രഗ്നൻ്റ് ആകുന്ന ചില സ്ത്രീകളിൽ പകർച്ചവ്യാധി ഉണ്ടാക്കും. അതിനുശേഷം ജനിക്കുന്ന കുഞ്ഞിന് അമ്മയുടെ ഇതേ പകർച്ചവ്യാധി ബാധിച്ചിട്ടുണ്ടോ എന്ന് പഠിക്കുകയാണ് ലക്ഷ്യം. ജീവനോടുകൂടി തന്നെ വ്യക്തികളിലും മമ്മിഫിക്കേഷൻ നടത്തും. ഒരു മമ്മിയെ എങ്ങനെയാണോ പൊതിഞ്ഞെടുക്കുന്നത് അത്തരത്തിൽ പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ഇരുട്ടറയിൽ കൊണ്ടുപോയി തള്ളും. അവർക്ക് ശ്വസിക്കാനുള്ള വായു അവിടെ ഉണ്ടായിരിക്കും, പക്ഷേ ജലമോ ഭക്ഷണമോ കൊടുക്കുന്നതല്ല. അതിശക്തമായിട്ടുള്ള ചൂടുണ്ടാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് അവിടെ ഫാനുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ഫാനിൻ്റെ ചൂട് കാരണം അവിടെ കിടന്ന് ഉരുകിയായിരിക്കും അവർ മരണമടയുക. അത് പെട്ടെന്നുള്ള ഒരു മരണമല്ല, കുറേയധികം ദിവസങ്ങൾ അവർ നീണ്ടു നിൽക്കും. ആ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾക്കിടയിൽ അവരുടെ ശരീരഭാരം ഗണ്യമായി കുറയുന്നതായിട്ട് ഇവർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന ഭാരത്തിൻ്റെ 1/5 ഭാരമായിട്ടാണ് കുറയുന്നത്. യൂണിറ്റ് 731ൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇങ്ങനെ പെരുമാറാൻ സാധിക്കുന്നത്? കോൺസെൻട്രേഷൻ ക്യാമ്പ് ആണെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള പല കാരണങ്ങളുമുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തെറ്റായിട്ടുള്ള ഒരുപാട് പ്രൊപ്പഗന്ധകൾ അവിടെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ജൂതന്മാർ കാരണമാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോറ്റതെന്നും അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാവാനുള്ള കാരണവും ഇതേ ജൂതന്മാരാണെന്നും നാടിൻ്റെ നഷ്ടം അല്ലെങ്കിൽ നാടിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണക്കാർ ജൂതന്മാരാണെന്നുമൊക്കെ വർഷങ്ങളായിട്ട് പ്രചരിപ്പിച്ചു. ആ പ്രചാരം കാരണം അവിടെ ഉണ്ടായിരുന്ന മറ്റു പല ജർമ്മൻകാർക്കും ജൂതന്മാരോട് വലിയ രീതിയിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ സംഭവം അങ്ങനെയൊന്നുമല്ല. ഇവിടെ അവരുടെ നാട്ടിൽ പോലുമല്ല, ഒരു അധിനിവേശമായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ പോയിട്ടാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പല കാര്യങ്ങളും അവർ നടപ്പിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഷിൻഡോ അല്ലെങ്കിൽ ബുദ്ധമത വിശ്വാസികളാണെന്നുള്ള കാര്യം കൂടിയാണ്. ഇതിൽ ഒരു രീതിയിലുള്ള അവിശ്വാസിയും ഉണ്ടായിരുന്നില്ല. ബുദ്ധമത വിശ്വാസപ്രകാരം ഇത്തരത്തിൽ കൊല്ലുന്നതൊക്കെ വലിയ പാപമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവത്തിലേക്കുള്ള അടുപ്പം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം ഈ മരിക്കുന്നവരൊക്കെ മരിക്കേണ്ടവരാണ്, ദൈവത്തിനൊട്ടും താല്പര്യമില്ലാത്തവരാണ്. ഏറ്റവും ഉന്നത കുലജാതരായിട്ടുള്ളവർ ജാപ്പനീസുകാരാണ്, ചൈനക്കാരല്ല. ചൈനക്കാരെ കൊല്ലുന്നത് ശരിക്കും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണെന്ന് പോലും ആ കാലഘട്ടത്തിൽ ഇവരൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് അവിടെ ഉണ്ടായിരുന്ന 500ഓളം വരുന്ന ഡോക്ടർമാരാണ്. അവിടെ ഉണ്ടായിരുന്ന സൈനികരെക്കാൾ മറ്റ് ഗവേഷകരെക്കാളൊക്കെ ഏറ്റവും വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് ഇതേ ഡോക്ടർമാർ തന്നെയാണ്. എങ്ങനെയാണ് മനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി ആ ഒരു വിദ്യാഭ്യാസം നേടിയിട്ടുള്ള വ്യക്തികൾക്ക് മനുഷ്യജീവനെ ക്രൂരമായിട്ട് കൊല്ലാൻ സാധിക്കുന്നത്? ഉത്തരമില്ലാത്ത ചോദ്യമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ടായിരിക്കാം, എന്ത് ചേതോവികാരം കാരണമായിരിക്കാം ഇത്രയും ക്രൂരമായ രീതിയിൽ അവർ പരീക്ഷണങ്ങൾ നടത്തിയത്? പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി മാത്രമല്ല ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, വെറുതെ തമാശയ്ക്ക്, വെറുതെ ഒരു രസത്തിന് വേണ്ടി പോലും അനേകം ആളുകളെ ഒരു കാരണവുമില്ലാതെ അവർ കൊന്നു തള്ളുകയും അതിൻ്റെ പേരിൽ തമാശകളുണ്ടാക്കി പരസ്പരം ചിരിക്കുകയും അവർ വെറും തടിക്കഷ്ണങ്ങളാണെന്നും മഞ്ചൂരിയൻ കൊരങ്ങന്മാരാണെന്നും ഒക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള കാരണം?
എനിക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള മെമ്മറി ഇംപ്രൂവ്മെൻറ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക.